അവന്റെ ഓരോ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിനും നിന്റെ ജീവന്റെ വിലയുണ്ട്. അവന്റെ ശിരസിലണിഞ്ഞ 33 മുൾക്കിരീടത്തിൽ നിന്ന് ഒഴുകിയ രക്തത്തിന് നിന്റെ ബുദ്ധിയുടെ കെട്ടുകൾക്കുള്ള വേദനയാണ് നീ തിരിച്ചറിഞ്ഞത്. നീ അതരം കൊണ്ട് ചെയ്ത പാപത്തിന് അവന്റെ അതരത്തിൽ ഈയക്കൊട്ട് കൊണ്ട് അടി കിട്ടും. അവന്റെ കാത് അടിച്ചു ഒരു പൊട്ടിച്ചു. നീ കാതിലൂടെ കേട്ട മലിനതകൾക്ക് അവൻ മലിനത ഏൽക്കാത്ത അവന്റെ കാതുകൾ മുറിവേറ്റു. അവന്റെ ഹൃദയത്തിലും കുത്തി തുറന്നു. അവന്റെ 2 കൈകാലുകളിലും ആണിപ്പഴുതുകൾ ഉണ്ടാക്കി അത് കയറുകൊണ്ട് കെട്ടിവലിച്ച് ആണിയിട്ട് അടിച്ച് തൂക്കിയിട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് അനേകര് നിങ്ങളെ തൂക്കുമ്പോ കളിയാക്കുമ്പോ അറിയണേ, ഒന്നും ചെയ്യാത്ത എനിക്ക് വേണ്ടി, പാപം ചെയ്ത് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത എന്റെ ദൈവം ഇതുപോലെ ഉടുതുണി പോലും ഇല്ലാതെ തൂക്കപ്പെട്ടു. അപ്പാ, ഞങ്ങളുടെ തെറ്റുകളെ ഓർത്ത് കരയാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നു. സത്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ സത്യത്തെ സ്വീകരിക്കാത്തത് കൊണ്ട് ഇന്നും ഞങ്ങൾ അടിമകളാണ്. പാപത്തിനും തിന്മയ്ക്കും നിരാശയ്ക്കും കുറ്റബോധത്തിനും നാളെക്കുറിച്ചുള്ള ആകുലതയെ കുറിച്ച് പോലും ഞങ്ങൾ ഇന്ന് വളരെ സങ്കടത്തിലാണ്. ആഘോഷങ്ങൾ പലതും കടന്നു പോകുമ്പോഴും അതിന്റെ നഷ്ടം തീർക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല. എല്ലാവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവരെല്ലാം കൈവിട്ടു പോകുമ്പോൾ, സഹായിക്കുമെന്ന് കരുതിയവരെല്ലാം സഹായിക്കാതെ കൈകൊട്ടി തിരിച്ചു പോകുമ്പോ ആ കുരിശിലേക്ക് ഒന്ന് നോക്കാൻ, അർദ്ധപ്രാണനായി കിടക്കുന്ന എന്റെ അപ്പനെ ഒന്ന് കാണാൻ എനിക്ക് കഴിയാതെ പോകുന്നു. ഈശോയോട് പറയും, ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാനല്ലേ, ഞാൻ സഹിക്കുന്നത് നിത്യജീവൻ നേടാനാണെന്നുള്ള സത്യം എന്റെ ഉള്ളിൽ എവിടെയോ നഷ്ടപ്പെട്ടു. ഈശോ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ഈ ഇരുടികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ചോരച്ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാൻ. എല്ലാവരും കണ്ണുകളടച്ച് കണ്ണീരോടൊന്ന് പറഞ്ഞേ, ചോരച്ചൊരിഞ്ഞ ജീവൻ വെടിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാൻ. ദുഃഖിതനായതും അപ്പമായി തീർന്നതും ഉദ്ധിതനായതും അപ്പമായി തീർന്നതും അപ്പമായി തീർന്നതും ഞാൻ നിന്നിലെന്നെന്നും വാഴാൻ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. ഉറക്കെ പാടിയേ, എനിക്കായി എൻ്റെ ഈശോ പരിഹാരം